സോ രാമൻ സ്പെക്ട്രോസ്കോപ്പി. രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്താണ് വേറെ ഉള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സുകളെ വേർതിരിച്ച് നിൽക്കുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ബിക്കോസ് അത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ആർ ഐദർ ദ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. ഒന്നെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അല്ല, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് പർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, ആൻഡ് ദെൻ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ആ ഒരു രീതിയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ബാക്കി തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളെല്ലാം. പക്ഷെ രാമൻ സ്പെക്ട്രോസ്കോപ്പി അങ്ങനെയല്ല. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഫെനോമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് രാമൻ എഫക്റ്റിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ രാമൻ സ്പെക്ട്രോസ്കോപ്പി വരുന്നത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ തിയറിയിലേക്ക് പോകാം. ഓക്കെ, വെൻ ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ സം സബ്സ്റ്റൻസ്, ലൈറ്റ് എന്ത് ചെയ്യുന്നു, മീഡിയത്തിലുള്ള മോളിക്യൂൾസ് കാരണം സ്കാറ്റർ ചെയ്യുന്നു. സ്കാറ്റർ ചെയ്ത ലൈറ്റിനും ഇൻസിഡൻറ്റ് ലൈറ്റിനും സെയിം ഫ്രീക്വൻസി ആണ് ഉള്ളതെങ്കിൽ ആ ടൈപ്പ് ഓഫ് സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ റെയിലിക് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. റെയിലിക് സ്കാറ്ററിങ്. ഓക്കെ, എന്താണ്, when the incident light and the scattered light has same frequency, or we can say that when the type of scattering in which there is no change in the incident frequency. സ്കാറ്റർ ചെയ്ത ലൈറ്റിനും ഇൻസിഡൻറ്റ് ലൈറ്റിനും സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ അതിനാണ് നമ്മൾ റെയിലിക് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് രാമൻ ഡിസ്കവർ ചെയ്ത് രാമൻ എഫക്റ്റ് അല്ലെങ്കിൽ രാമൻ സ്കാറ്ററിങ് എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, ചില സ്കാറ്ററിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് അതിന് എന്തുണ്ടായിരിക്കും, ഇൻസിഡൻറ്റ് ഫ്രീക്വൻസിയെക്കാളിലും കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി വരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്, there is a change in frequency of incident radiation. Incident radiationൻ്റെ ചേഞ്ച് മീൻസ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നത്. എന്ന് പറഞ്ഞാൽ സ്കാറ്റേർഡ് റേഡിയേഷന് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ സെയിം ഫ്രീക്വൻസി അല്ലായിരിക്കും. ഒന്നിൽ ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും കൂടുതൽ ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. ഓക്കെ, ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും കൂടുതൽ ഫ്രീക്വൻസി ആർക്കായിരിക്കും, സ്കാറ്റേർഡ് റേഡിയേഷനായിരിക്കും. അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും കുറവ് ഫ്രീക്വൻസി ആയിരിക്കും സ്കാറ്റേർഡ് റേഡിയേഷന് വരിക. ആ സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രാമൻ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ആ ഫെനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ദർ ഈസ് എ ഡയഗ്രാം ഗിവൺ ഹിയർ. ദിസ് ലൈൻ മീൻസ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ അതേ ഫ്രീക്വൻസിയിൽ നമുക്ക് കിട്ടുന്ന ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, റെയിലിക് സ്കാറ്ററിങ് ആയിരിക്കും, റെയിലിക് ലൈൻ ആയിരിക്കും. ഓക്കെ, ആ ലൈനിനെ നമ്മൾ റെയിലിക് സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റിനെ നമ്മൾ റെയിലിക് ലൈൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് രാമൻ ലൈൻസ് ആയിരിക്കും. ഒന്നീ ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും കുറവ് ഫ്രീക്വൻസി വരുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് രാമൻ ലൈൻസ്, അല്ലെങ്കിൽ കൂടുതൽ രണ്ടും രാമൻ ലൈൻസ് ആണ്. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ്. ആ രണ്ട് രാമൻ ലൈൻസിനും നമ്മൾ പേരുണ്ട്, വേറെ വേറെ പേരാണ് പറയുന്നത്. രാമൻ ലൈൻസ് വിത്ത് ലോവർ ഫ്രീക്വൻസി ദാൻ ദാറ്റ് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും ലോവർ ഫ്രീക്വൻസി ഉള്ള രാമൻ ലൈൻസിനെയാണ് നമ്മൾ സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത്. സ്റ്റോക്സ്. ഓക്കെ, ആൻഡ് ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും ഹയർ ഫ്രീക്വൻസി വരുന്ന ലൈൻസിനെയാണ് നമ്മൾ ആൻറ്റി സ്റ്റോക്സ് എന്ന് പറയുന്നത്. ആൻറ്റി സ്റ്റോക്സ്. ഓക്കെ, സോ ഇതാണ് രാമൻ സ്കാറ്ററിങ് അല്ലെങ്കിൽ രാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ബേസിക് ഫെനോമിന എന്ന് പറയുന്നത്. ഏതൊക്കെ ഫെനോമിനകളുണ്ട്, ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റെയിലിക് സ്കാറ്ററിങ്, വിച്ച് മീൻസ് ദാറ്റ് ദ സ്കാറ്ററിങ് ഇൻ വിച്ച് ദർ ഈസ് നോ ചേഞ്ച് ഇൻ incident radiation, frequency of incident radiation.
രാമൻ സ്കാറ്ററിംഗ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഒക്കേഴ്സ് വിത്ത് എ ചേഞ്ച് ഇൻ എന്താണ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ആ ഫെനോമിനെയാണ് നമ്മൾ രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് മിഡിൽ ഷാർപ്പ് ലൈൻ കറസ്പോണ്ട്സ് ടു റെയിലിക് സ്കാറ്റേർഡ് ലൈറ്റ്, അതിനെയാണ് നമ്മൾ റെയിലിക് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, രാമൻ സ്കാറ്റേർഡ് ലൈറ്റ്സ് ആണ് റെയിലിക് ലൈൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്നത് രാമൻ ലൈൻസ് ആണ്. ഓക്കെ, ആൻഡ് എന്താണ് രാമൻ ലൈൻസ് വിത്ത് ലോവർ ഫ്രീക്വൻസി ദാൻ ദാറ്റ് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഈസ് സ്റ്റോക്സ് ലൈൻ. ആൻഡ് കൂടുതൽ ഫ്രീക്വൻസി ഉള്ളവരെ നമ്മൾ ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇതാണ്, എന്താണ് ലോവർ ഫ്രീക്വൻസീസിനെ സ്റ്റോക്സ് ലൈൻസ്, ഹയർ ഫ്രീക്വൻസീസിനെ ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ളത് രാമൻ സ്പെക്ട്രോസ്കോപ്പി ബേസ് ചെയ്തുകൊണ്ട് ക്വാണ്ടം തിയറിയും ഉണ്ട് ക്ലാസിക്കൽ തിയറിയും ഉണ്ട് രാമൻ എഫക്റ്റിനെ മനസ്സിലാക്കാനായിട്ട്. ആ രണ്ട് തിയറികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, ക്വാണ്ടം തിയറി ഓഫ് രാമൻ എഫക്റ്റ് ഓർ ക്ലാസിക്കൽ തിയറി ഓഫ് രാമൻ എഫക്റ്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി അനുസരിച്ച് രാമൻ എഫക്റ്റിനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദർ ഈസ് എ എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഇൻസിഡന്റ് ഫോട്ടോൺ ആൻഡ് സ്കാറ്ററിംഗ് ഫോട്ടോൺ. ഇൻസിഡന്റ് ഫോട്ടോണും സ്കാറ്ററിംഗ് ഫോട്ടോണും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ദർ ഈസ് ആൻ എനർജി എക്സ്ചേഞ്ച്. ഓക്കെ, സോ ലെറ്റ് us കൺസിഡർ ഫ്രീക്വൻസി μi ഫോൾസ് ഓൺ എ മോളിക്യൂൾ. മീൻസ് എന്താണ്? ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്താണ്? μi. Okay, and we know that collisions are of two types. One is elastic collision and the other is inelastic collision. Elastic collision means എന്താണ്? Elastic collisions are, സോ ഞാൻ പറയട്ടെ, എന്താണ് ക്വാണ്ടം തിയറിയും ക്ലാസിക്കൽ തിയറിയും വഴി നമുക്ക് എന്ത് ചെയ്യുകയാണ്? രാമൻ സ്പെക്ട്രോസ്കോപ്പി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ രാമൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? ആ തിയറിക്ക് റെയിലിക് സ്കാറ്ററിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. പിന്നെന്താണ്? രാമൻ ലൈൻസ് സ്റ്റോക്സും ആൻറ്റി സ്റ്റോക്സും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അതിനാണ് നമ്മൾ ഈ തിയറി പഠിക്കുന്നത്. ഓക്കെ, അതാണ് ഈ തിയറികളുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നതാണ്. ഓക്കെ, ആൻഡ് എലാസ്റ്റിക് കൊളീഷൻ വഴി നമുക്ക്, അപ്പോൾ ക്വാണ്ടം തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? രാമൻ എഫക്റ്റിന് കാരണം there is an exchange of energy between incident photon and scattering molecule, അല്ലേ? കാരണം ഇൻസിഡന്റ് ഫോട്ടോണിന്റെ സെയിം ഫ്രീക്വൻസി അല്ല സ്കാറ്റേർഡ് ഫോട്ടോണിനുള്ളത്. സോ there must be an energy exchange of energy. ഓക്കെ, അതാണ്. ഓക്കെ, ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി നമ്മൾ മ്യൂ ഐ ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് നമുക്കറിയാം കൊളീഷൻസ് രണ്ട് രീതിയിലുണ്ട്. എലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, ഇനെലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്. സോ എലാസ്റ്റിക് കൊളീഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് എങ്ങനെയാണെന്നാണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ കൊളീഷൻസ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആയിട്ടുള്ള കൊളീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലാസ്റ്റിക് കൊളീഷൻസ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? there is a no gain and loss of energy. അപ്പോൾ സ്കാറ്റേർഡ് ഫോട്ടോണിന് എന്തായിരിക്കും? സെയിം എനർജി ആയിരിക്കും ആസ് ദാറ്റ് ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് ദ സ്കാറ്റേർഡ് ഫോട്ടോൺ അപ്പോൾ എന്തായിരിക്കും? ഈക്വൽ ടു ഇൻസിഡന്റ് റേഡിയേഷൻ ആയിരിക്കും. സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി തന്നെയായിരിക്കും ഇൻസിഡന്റ് റേഡിയേഷൻ ഉണ്ടാവുക. If we assume kinetic energy of the photon and molecule remain unchanged before and after collision according to law of conservation of energy, എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഫോട്ടോണിൻ്റെ കൈനറ്റിക് എനർജിയും മോളിക്യൂളും അൺചേഞ്ച്ഡ് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ നടക്കുന്നതിന് മുന്നേയും കൊളീഷൻ കഴിഞ്ഞും അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എച്ച് മ്യൂ ഐ പ്ലസ് ഇ ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ എസ് പ്ലസ് ഇ ഡാഷ്. എച്ച് മ്യൂ ഐ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ ആണ്. എച്ച് മ്യൂ എസ് ഇസ് ദ എനർജി ഓഫ് സ്കാറ്റേർഡ് ഫോട്ടോൺ ആഫ്റ്റർ കൊളീഷൻ. ഇ എന്ന് പറഞ്ഞാൽ എനർജി ബിഫോർ കൊളീഷൻ, ഇ ഡാഷ് ഈസ് ദ എനർജി ആഫ്റ്റർ കൊളീഷൻ. സോ ഹിയർ വി നോ ദാറ്റ് മ്യൂ ഐ ഈസ് ഈക്വൽ ടു മ്യൂ എസ്, അല്ലേ? നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി ബിഫോർ സ്കാറ്ററിങ് ആഫ്റ്റർ സ്കാറ്ററിങ്ങും സെയിം ആണ്. സോ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇ ഈക്വൽ ടു ഇ ഡാഷ്. ദാറ്റ് ഈസ് പ്രൂവൺ. എനർജി ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെയിം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. സോ അങ്ങനെ വരുന്ന കേസ് എവിടെയാണ്? റെയിലിക് സ്കാറ്ററിങ്ങിനാണ് അങ്ങനെ ഒരു കേസ് വരുന്നത്, അല്ലേ? റെയിലിക് സ്കാറ്ററിങ്ങിനാണ് അങ്ങനെ ഒരു കേസ് വരുന്നത്. മീൻസ് എന്താണ്? ബിഫോർ സ്കാറ്ററിങ് ആൻഡ് ആഫ്റ്റർ ദ സ്കാറ്ററിങ് ദ സ്കാറ്റേർഡ് റേഡിയേഷൻ ആൻഡ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് റെയിലിക് സ്കാറ്ററിങ്. സോ ത്രൂ ക്വാണ്ടം തിയറി എലാസ്റ്റിക് കൊളീഷൻസിന് എന്ത് ചെയ്യാൻ പറ്റി? റെയിലിക് സ്കാറ്ററിങ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു.
Next, inelastic collisions. And here we are going to discuss about Raman scattering. Okay, Raman lines in the കാര്യങ്ങളാണ് പറയുന്നത്. Okay, so the collision here are inelastic. എന്ന് പറഞ്ഞാൽ എന്താണ്? There is an exchange of energy between photon and the molecule. അപ്പോൾ സ്കാറ്റേർഡ് ഫോട്ടോണിന് ഒന്നെങ്കിൽ ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും ലോവർ എനർജിയോ ഹയർ എനർജിയോ കാണാം. സോ ഫ്രീക്വൻസി എന്തായിരിക്കും? ഇറ്റ് വിൽ നോ ലോങ്ങർ ബി ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ. സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി അല്ലായിരിക്കും ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി. കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് പറയുന്നത്, ആൻഡ് ദെൻ ആ സെൻറ്റൻസുകൾ വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഫ്രം ദ ഇക്വേഷൻ 1 ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് okay, here the incident ഒന്നെങ്കിൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി സ്കാറ്റേർഡിനേക്കാളും കൂടുതലും ഒന്നെങ്കിൽ സ്കാറ്റേർഡിനേക്കാളും കുറവും ആയിരിക്കും. ആ രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മീൻസ് എന്താണ്? അവർ തമ്മിൽ ഈക്വൽ അല്ല. ഓക്കെ, സോ ഫസ്റ്റ് കേസ് µi ഗ്രേറ്റർ ദാൻ µs എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുതലും സ്കാറ്റേർഡിൻ്റെ കുറവും. രണ്ടാമത്തെ കേസ് µi ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുതൽ. ഓക്കെ, സോ ഹിയർ അപ്പോൾ എന്തായിരിക്കും? എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്തായിരിക്കും? ഈ വിൽ ബി ഗ്രേറ്റർ ദാൻ എനർജി ആഫ്റ്റർ ദ കൊളീഷൻ. ഓക്കെ, ഇവിടെ തിരിച്ചും. ഓക്കെ, ആ ഒരു ഇതിലായിരിക്കും വരുന്നത്. ഇതിനെയാണ് രാമൻ സ്കാറ്ററിങ് അല്ലെങ്കിൽ രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻ രാമൻ സ്കാറ്ററിങ് വെൻ എ ഫോട്ടോൺ കൊളൈഡ്സ് വിത്ത് എ മോളിക്യൂൾ എനർജി ഈസ് ഐദർ ട്രാൻസ്ഫർ ടു ഓർ ടേക്കൺ അവേ ഫ്രം ദ മോളിക്യൂൾ. എന്നാലേ എന്ത് നടക്കത്തുള്ളൂ? അവിടെ എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലാക്കാം. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോൺ വന്നിട്ട് നമ്മുടെ ഒരു മോളിക്യൂളിലേക്ക് വീഴുകയാണ്. ഇഫ് ദ ഫോട്ടോൺ ഈസ് എന്താണ്? ആ എനർജി ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി ഫോട്ടോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഫോട്ടോൺ എന്ത് ചെയ്യുന്നു? സ്കാറ്റേർഡ് ചെയ്യുമ്പോൾ സ്കാറ്റേർഡ് റേഡിയേഷന് എന്താണ്? കുറഞ്ഞ് ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഈ കേസ് സ്കാറ്റേർഡ് റേഡിയേഷന് ഫ്രീക്വൻസി കുറവാണെങ്കിൽ ഇൻസിഡൻറ്റിനേക്കാളും സ്കാറ്റേർഡ് മീൻസ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആണ് ഇവിടെ വലുത് ആൻഡ് സ്കാറ്റേർഡ് റേഡിയേഷൻ എന്താണ്? കുറവാണെങ്കിൽ ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ആ പെർട്ടിക്കുലർ മോളിക്യൂൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി എന്ത് ചെയ്തു? ആ മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ കേസ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ വന്നിട്ട് നമ്മുടെ ഒരു മോളിക്യൂളിനെ എന്ത് ചെയ്യുകയാണ്? മോളിക്യൂളിലേക്ക് പതിക്കുമ്പോഴത്തേക്ക് എന്താണ്? ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാളും കൂടുതലാണ് സ്കാറ്റർ ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എങ്കിൽ ഓക്കെ, µi വിൽ ബി ലെസ് ദാൻ µs എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും ഇവിടെ കുറവും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? ഇവിടെ നിന്ന് നമ്മുടെ മോളിക്യൂളിൽ നിന്ന് ഉള്ള റേഡിയേഷൻ എനർജിയും കൂടി എമിറ്റ് ചെയ്യുവാണ്. that is mean by taken away from the molecule. Okay, either transfer to, അതാണ് ഫസ്റ്റ് കേസ്. taken away എന്ന് പറഞ്ഞാൽ മൊത്തത്തോടെ എമിറ്റ് ചെയ്ത് പോവുകയാണ്. അതാണ് കൂടുതൽ വരുന്നത്. മോളിക്യൂൾ ഒന്നും തന്നെ അബ്സോർബ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നോക്കാം. when a photon collide with a molecule in ground state, it gives energy to the molecule. Okay, എന്താണ്? മോളിക്യൂളിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഫോട്ടോൺ വന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മോളിക്യൂളിനെ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫോട്ടോൺ തൻ്റെ എനർജി മോളിക്യൂളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇതെന്തായിരിക്കും? ഫ്രീക്വൻസി ലോവർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ലൈൻസ് എന്ന് പറയുന്നത്. സ്റ്റോക്സും ആൻറ്റി സ്റ്റോക്സും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, സോ ഹിയർ നമ്മൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. hµs എന്ന് പറയുന്ന എനർജി ഓഫ് സ്കാറ്റേർഡ് റേഡിയേഷൻ ആണ്. ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ മോളിക്യൂൾ. hµi എന്ന് പറയുന്നത് എനർജി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. സോ ഹിയർ hµs ഈസ് ഈക്വൽ ടു hµi മൈനസ് ഡെൽറ്റ ഇ. കാരണം എന്താണ്? നമ്മൾ സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ഇവിടെ ലോവർ ആണ്. അതുകൊണ്ട് അപ്പോൾ hµs ഈസ് ഈക്വൽ ടു hµi മൈനസ് ഡെൽറ്റ ഇ. സോ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ നിന്ന് hµi മൈനസ്
That will be equal to h mu I minus delta Eയുടെ ഇക്വേഷൻ ആണ് h ഇൻറ്റു mu I മൈനസ് mu s. ഡെൽറ്റ ഇ മീൻസ് എന്താണ്? ഇൻസിഡൻറ്റ് റേഡിയേഷനും സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഓക്കെ, അതാണ് mu I മൈനസ് mu s എന്ന് പറഞ്ഞ് എഴുതി, h ഇൻറ്റു mu I മൈനസ് mu s. ആൻഡ് നമ്മൾ അതിനെ ഡെൽറ്റ വി ആർ എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഡെൽറ്റ വി ആറിൻ്റെ നമുക്ക് സ്റ്റോക്സ് ലൈൻസിൽ അവരുടെ ഡെൽറ്റ വി ആർ എന്താണ് വരുന്നത്? mu I മൈനസ് mu s എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. സ്കാറ്റേർഡ് റേഡിയേഷൻ ഹാവിങ് ഫ്രീക്വൻസി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്സ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത കേസാണ്, സെക്കൻഡ് കേസ്. വെൻ എ ഫോട്ടോൺ ഇൻ്ററാക്ട്സ് വിത്ത് എക്സൈറ്റഡ് മോളിക്യൂൾ, ഓൾറെഡി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മോളിക്യൂളിലേക്കാണ് നമ്മുടെ ഫോട്ടോൺ ഇൻ്ററാക്ട് ചെയ്യുന്നതെങ്കിൽ സ്കാറ്റേർഡ് ലൈറ്റിന് എന്തായിരിക്കും? ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. കാരണം എന്താണ്? അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എനർജി എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. അതാണ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത്. സോ ഹിയർ എച്ച് mu s എന്ന് പറയുന്നത് എച്ച് mu I പ്ലസ് ഡെൽറ്റ I എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള ആ ഡിഫറൻസ്, ആ എനർജിയും പിന്നെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജിയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജി വരുന്നത്. ഓക്കെ, സോ ഡെൽറ്റ mu s എന്ന് പറയുന്നത് നമുക്ക് എന്തോ കിട്ടും? എന്താണ്? സോ ഹിയർ ഡെൽറ്റ വി ആർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? mu s മൈനസ് mu I എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ഇതാണ് കിട്ടുന്നത്. മേളിൽ കിട്ടിയത് mu I മൈനസ് mu s ആണെങ്കിൽ ഇവിടെ mu s മൈനസ് mu I എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഇക്വേഷൻസ് ജസ്റ്റ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ കൺസെപ്റ്റെങ്കിലും പഠിച്ച് എന്ത് ചെയ്യുക? തിയറി ചോദിക്കുമ്പോൾ തിയറി എഴുതുക അത്ര അത് ചെയ്താലും മതി. ഓക്കെ, സോ അതിന് സ്കാറ്റേർഡ് റേഡിയേഷൻസ് ഹാവിങ് ഹയർ ഫ്രീക്വൻസി ദാൻ ഇൻസിഡൻറ്റ് റേഡിയേഷനെയാണ് നമ്മൾ ആൻറ്റി സ്റ്റോക്ക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ബട്ട് ദ ആൻറ്റി സ്റ്റോക്ക് ലൈൻസ് എന്ന് പറയുന്നത് വീക്കറാണ്. നമുക്ക് കൂടുതൽ അവയെ കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്? സ്റ്റോക്ക് ലൈൻസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഫോട്ടോൺ വന്ന് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ മോളിക്യൂളിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണ്. പക്ഷേ ആൻറ്റി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഷുഡ് ബി ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് എന്തായി മാറത്തുള്ളൂ? ആൻറ്റി സ്റ്റോക്ക് ലൈൻസ് ആയിട്ട് മാറത്തുള്ളൂ. സോ മോളിക്യൂൾ വിൽ ബി ഷുഡ് ബി ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല എന്നല്ല, ബട്ട് ആ ഒരു പ്രോബബിലിറ്റി കുറവാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം മോളിക്യൂൾസ് ആർ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസും ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് കാണാൻ സാധ്യത. ഓക്കെ, സോ സ്റ്റോക്ക് ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും കൂടുതൽ കമ്പയർഡ് ടു ആൻറ്റി സ്റ്റോക്ക് ലൈൻസ്. ഓക്കെ, ആ ഫ്രീക്വൻസി ഡിഫറൻസിനെയാണ് നമ്മൾ രാമൻ ലൈനും ഇൻസിഡൻറ്റ് ലൈനും തമ്മിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസിനെ നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത് രാമൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ രാമൻ ഷിഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇതിനകത്ത് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. സോ ക്വാണ്ടം തിയറി ചോദിക്കുമ്പോൾ റെയിലിക് സ്കാറ്ററിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എലാസ്റ്റിക് കൊളീഷൻസിൻ്റെ തിയറി എഴുതണം. ആൻഡ് ദെൻ ഇനലാസ്റ്റിക് കൊളീഷൻസിൻ്റെ രാമൻ സ്കാറ്ററിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇനലാസ്റ്റിക് കൊളീഷൻസും എഴുതണം. ഓക്കെ, ഒറ്റ ഐഡിയ ആണ് ഇതിലേക്ക് ലീഡ് ചെയ്തത്. എന്താണ്? ക്വാണ്ടം തിയറി അനുസരിച്ച് രാമൻ എഫക്റ്റിന് കാരണം എന്തായിരിക്കും? ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഇൻ എനർജി ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് ഫോട്ടോൺ ആൻഡ് എന്താണ് സ്കാറ്ററിങ് മോളിക്യൂൾ. അത് മാത്രമാണ് ഈ ഒരു തിയറിയിലേക്ക് ലീഡ് ചെയ്തത്. ഓക്കെ, ഇനി ക്ലാസിക്കൽ തിയറിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക്കൽ തിയറി പറയുന്നത് രാമൻ എഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മോളിക്കുലാർ പോളറൈസിബിലിറ്റി. മോളിക്കുലാർ പോളറൈസിബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടറാണ് രാമൻ എഫക്റ്റിന് കാരണമെന്നാണ് പറയുന്നത്. എന്താണ് എന്ന് പറഞ്ഞാൽ വെൻ എ മോളിക്യൂൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് വ്യത്യാസമൊന്നും വരുന്നില്ല, ഇറ്റ്സ് കോൺസ്റ്റന്റ്. മോളിക്യൂളിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയർ ആർ അട്രാക്റ്റഡ് ടുവേർഡ് ദ നെഗറ്റീവ് പോൾ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ഇലക്ട്രോൺസ് എന്താണ്? ഇലക്ട്രോൺസ് ആണല്ലോ നെഗറ്റീവ് സ്പീഷീസ് നമ്മുടെ മോളിക്യൂളിനകത്ത്. സോ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് പോസിറ്റീവ് പോൾ. സോ ദർ മസ്റ്റ് ബി എ ചാർജ് സെപ്പറേഷൻ. അങ്ങനെ സെപ്പറേഷൻ ഓഫ് ചാർജ് സെൻറ്റേഴ്സ് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവുന്നു. അവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഫോം ചെയ്യുന്നു, മോളിക്യൂളിൽ തന്നെ സെറ്റപ്പ് ആകുന്നു. ആ ഡൈപോൾ മൊമെൻറ്റ് കാരണം മോളിക്യൂൾ എന്താവുന്നു? പോളറൈസ് ആകുന്നു. അതിനാണ് നമ്മൾ പോളറൈസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പോളറൈസിബിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അത് എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോത്ത്
അപ്ലൈഡ് ഫീൽഡിനെ പോളറൈസബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്ലൈഡ് ഫീൽഡിനെ, ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് അപ്ലൈഡ് ഫീൽഡ്, പിന്നെ എത്ര എളുപ്പത്തിൽ നമുക്കൊരു മോളിക്യൂളിനെ ഡിസ്റ്റോർട്ട് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്, പോളറൈസബിലിറ്റി അതിലേക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഫാക്ടറിനെയും കൂടിയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാം, മ്യൂ ഇസ് ഈക്വൽ ടു ആൽഫ ഇ. ഓക്കെ, വേറെ ആൽഫ എന്ന് പറയുന്നതാണ് അവിടുത്തെ പോളറൈസബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. ഡൈപോൾ മൊമെൻ്റ് ആണ് മ്യൂ എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, സോറി ഞാൻ തിരിച്ചാണ് പറഞ്ഞത്. ഡൈപോൾ മൊമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ ഇൻറ്റു ഇ, വേർ മ്യൂ ഇസ് ദ ഡൈപോൾ മൊമെൻറ്റ്, ആൽഫ ഇസ് ദ പോളറൈസബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ ആൻഡ് ഇ ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, പോളറൈസബിലിറ്റി ഒരു അനൈസോട്രോപിക് പ്രോപ്പർട്ടി കൂടിയാണ്. മീൻസ് എന്താണ്, its magnitude and direction varies, its magnitude varies with the direction of electric field. Electric fieldന്റെ ഡയറക്ഷൻ അനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, it is the change in polarizability which makes the molecule Raman active. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഏതൊക്കെ മോളിക്യൂളിൽ പോളറൈസബിലിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ടോ ആ മോളിക്യൂൾസ് എല്ലാം രാമൻ ആക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ രാമൻ സ്കാറ്ററിങ് തരും ആൻഡ് ദേ വിൽ ഗീവ് എ സ്പെക്ട്രം. ഓക്കെ, ഹെൻസ് ഫോർ എ മോളിക്യൂൾ ടു ബി രാമൻ ആക്റ്റീവ് ഇറ്റ്സ് റൊട്ടേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ മസ്റ്റ് പ്രൊഡ്യൂസ് സം ചേഞ്ച് ഇൻ കമ്പോണൻറ്റ് ഓഫ് മോളിക്കുലർ പോളറൈസബിലിറ്റി. ആ മോളിക്കുലർ പോളറൈസബിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾ രാമൻ ആക്റ്റീവാണ് ആൻഡ് ഇറ്റ് വിൽ റെക്കോർഡ് എ സ്പെക്ട്രം, ഇറ്റ് വിൽ ഗീവ് എ സ്പെക്ട്രം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ളത് റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ രാമൻ സ്പെക്ട്രം ആണ്. മീൻസ് എന്താണ്, രാമൻ സ്പെക്ട്രം ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്സ്. സോ രാമൻ സ്പെക്ട്രത്തിൻ്റെ കൂടെ തന്നെ, രാമൻ ലൈൻസിൻ്റെ കൂടെ തന്നെ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രവും വൈബ്രേഷണൽ രാമൻ സ്പെക്ട്രവും നമുക്ക് പഠിക്കാനായിട്ട് വരും എന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ദെൻ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് രാമൻ സ്പെക്ട്രം. അത്രയാണ് നമുക്ക് ഇനി ഇതിനകത്ത് നോക്കാനുള്ളത്.